ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഹോം ഗ്രൗണ്ടായ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പുകിലുകൾ ഈയിടെ അരങ്ങേറിയിരുന്നു. അതുകൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സ് കൊച്ചി സ്റ്റേഡിയം ഉപേക്ഷിച്ചേക്കും എന്ന തരത്തിലുള്ള റൂമറുകൾ വരെ പുറത്തേക്ക് വന്നിരുന്നു. പിന്നീട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായ അഭിക് ചാറ്റർജി അത് തള്ളിക്കളയുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു റിപ്പോർട്ട് കൂടി ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. പ്രമുഖ മാധ്യമമായ ഹിന്ദുസ്ഥാൻ ടൈംസ് ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അത് നമുക്ക് വിശദമായിക്കൊണ്ട് ഒന്ന് പരിശോധിക്കാം. അതായത് വരുന്ന സീസണിലേക്കുള്ള ലെജൻസ് ക്രിക്കറ്റ് ലീഗ് ജനുവരി മാസത്തിലാണ് ആരംഭിക്കുക. ക്രിക്കറ്റ് ലോകത്തെ ഇതിഹാസങ്ങൾ പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷനാണ് ഇത്. യഥാർത്ഥത്തിൽ നവംബർ 19 മുതൽ ഡിസംബർ 13 വരെയായിരുന്നു ഇതിൻ്റെ തീയതിയായിക്കൊണ്ട് നിശ്ചയിക്കപ്പെട്ടിരുന്നത്. എന്നാൽ അതിൽ മാറ്റം വരുത്തിയിട്ടുണ്ട്. ജനുവരി 11 മുതൽ ഫെബ്രുവരി 5 വരെയാണ് ഈ ഒരു ടൂർണമെന്റ് നടക്കുക. ഈ ടൂർണമെന്റിന് നിർദ്ദേശിക്കപ്പെട്ട നഗരങ്ങളിൽ ഒന്ന് അത് കൊച്ചിയാണ്. അതായത് ഈ ടൂർണമെന്റിലെ ചില മത്സരങ്ങൾ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചുകൊണ്ട് നടപ്പിലാക്കാൻ ഇപ്പോൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള പ്ലാനുകളാണ് നടക്കുന്നത് എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കൊച്ചിയെ കൂടാതെ മറ്റു പല നഗരങ്ങളും ഇതിലുണ്ട്. കൊച്ചിയിൽ കളി നടക്കുകയാണെങ്കിൽ അത് കലൂരിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ തന്നെയായിരിക്കും. അതിനുവേണ്ടി ഈ സ്റ്റേഡിയം വിട്ടു നൽകേണ്ടി വരും. ജനുവരിയിൽ ISL ആരംഭിക്കും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ജനുവരിയിൽ തന്നെയാണ് ഈ ലെജൻസ് ക്രിക്കറ്റ് ലീഗ് നടക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ ഒരു ഹോം ഗ്രൗണ്ട് നഷ്ടമാകും, ഈ ഒരു സ്റ്റേഡിയത്തിൽ നിന്നും മാറേണ്ടി വരും എന്നുള്ളതാണ്. കൊച്ചി സ്റ്റേഡിയത്തിൽ ഈ ക്രിക്കറ്റ് ലീഗ് നടക്കുമോ എന്ന കാര്യത്തിൽ ഇനിയും ഒഫീഷ്യൽ കൺഫർമേഷൻ ഒക്കെ വരേണ്ടതുണ്ട്. അങ്ങനെ ഉറപ്പായി കഴിഞ്ഞാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരുപക്ഷെ ഈ സ്റ്റേഡിയം വിട്ട് നൽകേണ്ടി വരും എന്നാണ് ഹിന്ദുസ്ഥാൻ ടൈംസ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. പക്ഷേ എന്തുകൊണ്ടാണ് കൊച്ചി നിർദ്ദേശിക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും പല സംശയങ്ങളും നിലനിൽക്കുന്നുണ്ട്. കാരണം തിരുവനന്തപുരത്ത് ക്രിക്കറ്റിന് വേണ്ടി ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം ഉണ്ട്, അവിടെ മത്സരങ്ങൾ നടത്താവുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് കൊച്ചിയിലെ സ്റ്റേഡിയം ഇങ്ങനെ നിർദ്ദേശിക്കപ്പെട്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തത ലഭിച്ചിട്ടില്ല. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.